ലൈംഗിക പീഡന കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിലും ഗുണ്ടാബന്ധങ്ങളുടെ പേരിലും മുൻ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതായി വാർത്തകളുണ്ടായിരുന്ന CA അഭിലാഷ് ഡേവിഡ് വീണ്ടും പൊതുരംഗത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. പേരാമ്പ്രയിലെ പോലീസ് നടപടിക്കിടെ തനിക്കെതിരെ അതിക്രമം നടത്തിയവരിൽ അഭിലാഷ് ഡേവിഡും ഉണ്ടായിരുന്നുവെന്ന കോൺഗ്രസ് നേതാവും MP-യുമായ ഷാഫി പറമ്പിലിന്റെ ആരോപണമാണ് ഈ വിഷയത്തെ പുതിയ തലത്തിലെത്തിച്ചത്. CPM-യുമായി അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥരുടെ ഈ വിവാദ പങ്കാളിത്തം ഭരണകക്ഷിയെയും പോലീസിനെയും രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അഭിലാഷ് ഡേവിഡിന്റെ സർവീസ് ജീവിതത്തിലെ ദുരൂഹതകളും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുള്ള അദ്ദേഹത്തിന്റെ രഹസ്യ പുനർനിയമനവുമാണ് ഷാഫി പറമ്പിലിന്റെ ആരോപണങ്ങളുടെ എല്ലാം കാതൽ. CA അഭിലാഷ് ഡേവിഡിന്റെ പശ്ചാത്തലം തികച്ചും രാഷ്ട്രീയപരമാണ്. 1990-കളിൽ തിരുവനന്തപുരത്തെ SFIയുടെ മുൻനിര മുഖമായിരുന്നു അദ്ദേഹം. വഞ്ചിയൂർ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം. തിരുവനന്തപുരത്തെ SFIയുടെ കോട്ടകളായ ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും അദ്ദേഹം നിറഞ്ഞു നിന്നത് CPM നേതൃത്വവുമായി അടുത്ത ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിച്ചു. പോലീസിൽ ചേർന്ന ശേഷവും ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ അദ്ദേഹം ശക്തമായി നിലനിർത്തി. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അഭിലാഷ് ഡേവിഡ് ചില നിർണായക കേസുകൾ തെളിയിച്ചതോടെ കരിയറിൽ ശ്രദ്ധേയനായി. തൊടുപുഴയിലെ അരുൺ ആനന്ദിന്റെ ക്രൂരത തെളിയിച്ചതിൽ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലിന് പ്രധാന പങ്കുണ്ടായിരുന്നു. ശ്രീകാര്യം CI ആയിരുന്ന അദ്ദേഹം കോവിഡ് കാലത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകളും ശ്രദ്ധേയമായിരുന്നു. ഒരു കാലത്ത് ഓംപ്രകാശ് അടക്കമുള്ളവർ തിരുവനന്തപുരം വഞ്ചിയൂരിലെ CPM ഓഫീസിലെ നിത്യ സന്ദർശകരായിരുന്നു. ഈ സമയത്ത് SFI പ്രവർത്തകൻ എന്ന നിലയിൽ അഭിലാഷ് ഡേവിഡും വഞ്ചിയൂരിലെ നിറസാന്നിധ്യമായിരുന്നു. പോലീസിലായിട്ടും ഈ ബന്ധങ്ങൾ തുടർന്നുവെന്നാണ് ആരോപണം. അഭിലാഷ് ഡേവിഡിന്റെ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടി ഗുരുതരമായ 2 ആരോപണങ്ങളെ തുടർന്നാണ്. ശ്രീകാര്യം SHO ആയിരിക്കെ ഒരു ലൈംഗിക പീഡന കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അഭിലാഷിനെതിരെ ആദ്യം നടപടി വന്നത്. ഈ വീഴ്ചയുടെ പേരിലാണ് അദ്ദേഹത്തെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതായി വാർത്തകൾ വന്നതും. പീഡനക്കേസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കപ്പുറം അഭിലാഷ് ഡേവിഡിന്റെ പോലീസ് ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയത് ഗുണ്ടാബന്ധങ്ങളുടെ പേരിലുള്ള ആരോപണങ്ങളാണ്. റെയിൽവേ പോലീസിൽ CA ആയിരുന്ന സമയത്ത് അദ്ദേഹം ഗുണ്ടാബന്ധങ്ങളുടെ പേരിൽ സസ്പെൻഷനിലായിരുന്നു. തലസ്ഥാനത്തെ പ്രധാന ഗുണ്ടകളായ നിതിൻ, രഞ്ജിത്ത് എന്നിവർ തമ്മിലുള്ള സാമ്പത്തിക തർക്കം പരിഹരിക്കാൻ 2 DYSP-മാർക്കൊപ്പം അഭിലാഷ് ഡേവിഡും ഇടനിലക്കാരനായി പ്രവർത്തിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. നിതിന്റെ വീട്ടിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ചകൾ നടന്നത്. ഓംപ്രകാശിന്റെ നേതൃത്വത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചത് ഈ നിതിനെയാണ്. ഗുണ്ടാസംഘവുമായുള്ള ഈ ബന്ധം അഭിലാഷ് ഡേവിഡിന് വിനയായി മാറി. ഗുരുതരമായ ആരോപണങ്ങളെ തുടർന്ന് സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ടതായി വാർത്തകൾ ഉണ്ടായിരുന്ന അഭിലാഷ് ഡേവിഡിനെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രഹസ്യമായി സർവീസിൽ തിരിച്ചെടുത്തുവെന്നാണ് ഈ വിവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഷാഫി പറമ്പിലിന്റെ ആരോപണം പിരിച്ചുവിട്ട ശേഷം തിരികെ എത്തിയെന്നാണ്. എന്നാൽ അഭിലാഷ് ഡേവിഡ് ഇത് നിഷേധിക്കുന്നു. തന്നെ പിരിച്ചുവിട്ടിട്ടില്ലെന്നും സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായതെന്നുമാണ് അഭിലാഷ് ഡേവിഡ് പറയുന്നത്. എന്നാൽ പീഡന കേസിലെ അന്വേഷണ വീഴ്ചയെ തുടർന്ന് പിരിച്ചുവിട്ടതായി വന്ന വാർത്തകൾ അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സർവീസ് നടപടികൾക്കെതിരെ അഭിലാഷ് നൽകിയ അപ്പീലിൽ പിരിച്ചുവിടൽ റദ്ദാക്കി ഇൻക്രിമെന്റ് റദ്ദാക്കി അദ്ദേഹം തിരിച്ചെത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചന. ഇതിനുശേഷം തിരുവനന്തപുരത്തിന് പുറത്തേക്ക് മാറ്റുകയും ചെയ്തു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ഈ രഹസ്യ നീക്കങ്ങൾ നടന്നതെന്നാണ് വിമർശകരുടെ പ്രധാന വാദം. പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെയാണ് അഭിലാഷ് ഡേവിഡ് സർവീസിൽ തിരിച്ചെത്തിയ കാര്യം പുറത്തറിയുന്നത്. തന്നെ മർദ്ദിച്ചത് അഭിലാഷ് ആണെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ കടുത്ത ആരോപണം. മാഫിയ ബന്ധത്തിന്റെ പേരിലും അന്വേഷണ വീഴ്ചയുടെ പേരിലും സസ്പെൻഷനിലായി പിന്നീട് പിരിച്ചുവിട്ടുവെന്ന വാർത്ത വന്ന ഉദ്യോഗസ്ഥനെ ആരും അറിയാതെ പുനർനിയമിച്ചത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഷാഫി ഉയർത്തുന്നത്. വഞ്ചിയൂർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാൾ എന്ന് ഷാഫി പറഞ്ഞത് രാഷ്ട്രീയ ഇടപെടലിന്റെ സാധ്യത ഊട്ടിയുറപ്പിച്ചു. സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഈ പോലീസുകാരനടക്കമുള്ളവരുടെ രേഖകൾ പോലീസ് ആസ്ഥാനത്തില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി ഷാഫി ചൂണ്ടിക്കാട്ടി. ഇത്തരം അക്രമികളായ പോലീസുകാരെ ആരും അറിയാതെ പുനർനിയമിച്ചതുകൊണ്ടാണ് രേഖകൾ പുറത്തുവിടാത്തതെന്ന് ഷാഫി ആരോപിച്ചു. വടകര കൺട്രോൾ റൂം CI കൂടിയായ അഭിലാഷ് ഡേവിഡ് ഈ ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞു. തന്നെ അടിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത് കറുത്ത ഹെൽമറ്റ് ധരിച്ച ആളാണെന്നും താൻ ധരിച്ചിരിക്കുന്നത് കാക്കി ഹെൽമറ്റ് ആണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഷാഫിയുടെ ആരോപണങ്ങൾ തെറ്റാണെന്നും താൻ 22 മാസം മുൻപ് സർവീസിൽ കയറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പഴയ SFI ബന്ധം അഭിലാഷ് നിഷേധിക്കുന്നില്ല. അഭിലാഷ് ഡേവിഡ് വിവാദത്തെ സംസ്ഥാന സർക്കാരിനെതിരായ വലിയ ആയുധമായി ഷാഫി പറമ്പിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് പേരാമ്പ്രയിൽ പോലീസ് അതിക്രമം നടത്തിയതെന്നാണ് ഷാഫി ആരോപിക്കുന്നത്. സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊള്ളയ്ക്കാണ് ദേവസ്വം ബോർഡിന്റെ അറിവോടെ ഉദ്യോഗസ്ഥരും തട്ടിപ്പുകാരും ചേർന്ന് നടത്തിയിരിക്കുന്നത്. കട്ടവന്മാർ ദേവസ്വം ബോർഡിലും സർക്കാരിലുമുണ്ട്. കൊള്ളയിൽ പങ്കുപറ്റിയ സർക്കാരാണ് ഇത് എന്നതിനാലാണ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ സർക്കാർ മടി കാണിക്കുന്നത്. ലൈംഗിക പീഡന കേസിലെ വീഴ്ച വരുത്തിയതിനും ഗുണ്ടാബന്ധത്തിനും ആരോപണ വിധേയനായ ഒരു CAയെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തിരികെ സർവീസിൽ കയറ്റിയെന്ന ആരോപണം CPMന്റെ രാഷ്ട്രീയ ധാർമ്മികതയും പോലീസിന്റെ നിയമലംഘനങ്ങളെയും ശക്തമായി ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. പോലീസിലെ രാഷ്ട്രീയ അതിപ്രസരമാണ് ഇത്തരം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ കാരണമാകുന്നതെന്ന ആരോപണം ഈ സംഭവം വഴി കൂടുതൽ ശക്തിപ്പെടുന്നു.